ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാനോ ഗെയിമിംഗ്. നമ്മളിപ്പോൾ കണ്ടു മൈൻക്രാഫ്റ്റ്. അത് പറഞ്ഞ നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡ്. 13അല്ലേ അതോ 12? 13ാമത്തെ എപ്പിസോഡാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രീപ്പർ ഫാം വേണം. അപ്പം അധികം പറഞ്ഞ വൈപ്പ് ചെയ്യുന്നത് നേരെ വീട്ടിലോട്ട് പോകും. ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അധികം പറഞ്ഞ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണേന്ന്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ഇവിടെ കുറച്ച് ഏരിയ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ റിസോഴ്സസ് കണ്ട് ഇതൊക്കെ ഇത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു. മതി. പിന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കി നമ്മുടെ ഇത് റെയ്ഡ് ഫാം നോക്കിയിട്ട് അവത്തമത്തി കേസ് ഉണ്ടാക്കിയതെല്ലാം ശരിയാണ്. ഹെക്കോ എന്നൊക്കെ അതിനകത്ത് സോണകത്ത് ഫയർ എക്സ്പെക്റ്റിനെ ഇട്ടിട്ടുണ്ട്. ഈ ആക്സിനകത്ത് ഒരു മെൻറ്റിങ്ങും ഇവിടെ എല്ലാം ഉണ്ടാക്കിയതെല്ലാം കറക്റ്റാണ്. പക്ഷേ ഒരു പ്രശ്നം പറ്റി, ഈ വില്ലേജിൽ നിന്ന് കുറച്ചുകൂടെ ദൂരം വേണം. ഞാൻ വിചാരിക്കുന്നു ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു സീയുടെ നടക്ക്, അതായത് വെള്ളത്തിൻ്റെ ആ ഒരു റേഞ്ചിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇനി എൻ്റെ വീഡിയോ ഒന്നിടോട്ടൊക്കെ വരത്തുള്ളൂ. അത് ഇച്ചിരി ബിസിയൊക്കെയാണ്. അത് പറഞ്ഞാൽ ഒന്നിട്ട് വരത്തുള്ളൂ. ഇതൊക്കെ എന്താ ഇനി നമുക്ക് ഇതൊക്കെ പിന്നെ പൊളിച്ചളേ. ഫുഡ് കഴി. അപ്പം ഗൈസ്, ഞാനിപ്പം ഇത് ഉണ്ടാക്കിയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഇത് കുറേ നേരം എടുക്കും. പിന്നെ അതിൽ ഇതൊക്കെ എന്താ ഇതിനെ ഡീപ് സ്ലീറ്റ് വേണ്ട നമുക്ക്. ഇതെല്ലാം പോവും. അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാണ്ട്, നീങ്ങന്നെ എങ്ങോട്ട് ഒരു സ്റ്റെപ്പ് കൂടെ ഇറക്കാവുള്ളല്ലേ. അപ്പോൾ നീങ്ങ ജസ്റ്റിനകത്ത് എല്ലാം പോ. ഒന്നുമില്ലല്ലോ, ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കയറുക. നീ എന്തായാലും കയറി വരുന്ന ജസ്റ്റ് ഇതെല്ലാം പോട്ടെ. അതിന് ആവശ്യമില്ലുണ്ട്. പിന്നെ ജസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. ഈ വീടില്ലെങ്കിൽ ഒരുപാട്. അയ്യോ, 2 3 4 5 6 7 8 10 11 12. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. അപ്പം ഞാൻ ഔട്ട്ലൈനും പോട്ട് ഒരു ഔട്ട്ലൈൻ ഫസ്റ്റ് അടിത്തറ വാങ്ങി ചുമര് കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞ പോലെ അടിത്തറ വാങ്ങിയിട്ടുണ്ട്. ചുമരും കെട്ടിപ്പൊക്കി. ഇനിയുള്ളത് റൂഫ് ചെയ്യാനുണ്ട്. എൻ്റെ മണ്ടഭാവം ചെയ്യാനുണ്ട്. എൻ്റെ അകത്തൂടെ കയറി ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അകത്തൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനെ മണ്ട കയറിയിട്ട് കാണാം ഗൈസ്, കാണിച്ചു തരാം എങ്ങനെയാണ് ബിൽഡ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ ടൈപ്പ് ബിൽഡാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ അത് ഫുള്ളും ചെയ്തിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം ഗൈസ്. അപ്പം ഞാനത് കുറച്ചുകൂടെ ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ മണ്ടയ്ക്കെല്ലാം നമ്മൾ ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് മണ്ടയ്ക്ക് നമുക്ക് സ്ലാബും കൂടെ വെക്കണം ഗൈസ്. അപ്പം ഞാൻ സ്ലാബും കൂടെ വെച്ചിട്ട് കാണിക്കാം ഗൈസ്. എന്ന് പറയുമ്പം ഇങ്ങനെ പ്ലേസ് നോർമലി നമ്മൾ സ്ലാബ് പ്ലേസ് ആക്കത്തില്ലാണ്. ഇങ്ങനെ മണ്ടയ്ക്കൊന്ന് സ്പോണാകായിരിക്കും. ഇങ്ങനെ വരില്ല. അപ്പം അതുകൊണ്ട് ഈ സെഷനും കൂടെ ഞാൻ വെച്ചിട്ട് ഞാൻ ഫുള്ളും വെച്ചിട്ട് കാണാം. ഇവിടെ നിന്ന് അപ്പോൾ ഗൈസ്, ഞാൻ ഫുള്ളും വെച്ചിട്ട് കാണിക്കാം ഗൈസ്. വീഡിയോ ലെങ്ത് ഒരുപാടാവും. അപ്പോൾ ഗൈസ്, ഞാൻ കില്ലിങ് ഏരിയ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം ഇനിയുള്ള പണി എന്ന് പറയുമ്പോൾ മണ്ടക്കിനി 2 പൂച്ചയെ കൊണ്ടിടുക. പിന്നെ ഞാൻ ഓഫ് ക്യാമറ ചെയ്യുന്ന ഒരു കാര്യം കൂടി ചെയ്യും. ഇതിൻ്റെ മണ്ടക്ക് ഒരു ലെയറും കൂടെ ചെയ്യും ഗൈസ്. അപ്പോൾ ഇനി 2 ദിവസം ഇടവിട്ട് 2-3 ദിവസം ഇടവിട്ടേ വീഡിയോസൊക്കെ എടുത്തുള്ളൂ. ഇച്ചിരി ബിസിയൊക്കെയാണ് ഗൈസ്.
അതിന് മുന്നേ കുറച്ച് ബ്ലോക്കൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് ഇവിടെ പിന്നെ ഞാൻ ഒരു FK ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഗൈസ്. ചുമ്മാ സ്കാഫോൾഡിങ് വെച്ച് അതിനകത്ത് ഒരു സ്റ്റാക്ക് മാത്രം ഇരുന്നിട്ട് ഒരു സ്റ്റാക്ക് ഇരിപ്പുണ്ട്. ബാക്കി ഇതെല്ലാം പൊക്കോട്ട് സ്വസ്ഥത കേട്ടും. എന്ത് സ്ലാബ് കുറച്ച് ഇരുന്നിട്ട് ആ വുഡിൻ്റെ ഇതെന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇനി നമ്മൾ എന്തോ എടുക്കാൻ വന്ന എന്തോ ഇനി എടുക്കാൻ വന്നിപ്പം പൂച്ച ഞാൻ കൊണ്ട് ഇട്ടിട്ട് കാണിക്കാം ഗൈസ്. എന്ത് ലീശങ്ങ കൊള്ളാം ലീശങ്ങ. ഈ ആൻഫാം മല കുറച്ചുകൂടെ ഇടിച്ചിട്ട് വേണം ഈ 2 ആൻഫാം അപ്പുറത്തെ സൈഡിലോട്ട് ആക്കാൻ. എനിക്ക് നിന്നിട്ട് ഇവിടെ കുറച്ച് ബിൽഡ് കൊണ്ടുവരണം ഗൈസ്. ലീഷ് അതെ ലീഷ് 1 2 പൂച്ചയെ കൊണ്ടുള്ള 2 എന്ത് മണ്ടക്കരിക്കുന്നതിന് വേണ്ടി നൈറ്റും കൊണ്ട് ഉറങ്ങിയിട്ടാട്ട് ഗൈസ്. പിന്നെ ഗൈസ് ഞാനൊരു എൻജോയ്മെൻറ്റ് ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യം വരും ചുമ്മാ ഉണ്ടാക്കി വെച്ചാൽ. പിന്നെ നമ്മുടെ ബേസ് വരുന്നത് ഇതിൻ്റെ അടിയിലായിട്ടായിരിക്കും. ഇങ്ങോട്ടൊക്കെ ആയിരിക്കും ബേസ് വരുന്ന. എൻജോയ്മെൻറ്റിങ് ഏരിയ അങ്ങോട്ടും ആയിരിക്കും. അതിനായി ഇത് എൻജോയ്മെൻറ്റിങ് ടേബിൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗൈസ്. അതാ ഞാൻ അവിടെ മാത്രം 4 ബ്ലോക്ക് കുഴിച്ചിട്ടേക്കുന്നത്. അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞാൻ എൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ്. അപ്പം എന്ത് അപ്പോൾ ഗൈസ് ഇമ്മരൊക്കെ അപ്പുറത്ത് അവിടെ കൊണ്ടിട്ടിട്ട് കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ പൂച്ചയൊക്കെ കൊണ്ടിട്ട് കുറച്ച് നേരം ഞാൻ കഴിക്കാൻ പോയപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഒന്ന് വർക്കിംഗ് ആണോ അല്ലോ എന്ന് എനിക്ക് അറിഞ്ഞോണം, നോക്കണം. വർക്കിംഗ് അല്ല. അപ്പം എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ. അപ്പം ആ കംപ്ലൈൻറ്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അകത്തൊരു ടോർച്ച് കൂടെ പൊട്ടി പിഗ്ലിൻസ്. അപ്പോൾ അകത്തൊരു ടോർച്ച് ഞാൻ വഴിയിലോട്ട് പോകുന്ന വഴിക്ക് വെച്ചിട്ടുണ്ട്. അത് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ വഴി വരുമില്ല നോക്കാം. അതിൻ്റെ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് അപ്പം നോക്കപ്പോഴത്തേക്ക് സംഭവം കൂടെ ചെയ്യാം. നമുക്ക് ഒരു സ്റ്റാക്ക് ഇവിടെ വേണ്ട നമുക്ക് ഇവിടെ അങ്ങ് പണിയാം. അത് നമുക്ക് ഒരു സ്റ്റാക്ക് വെച്ചിട്ട് മതി ഗൈസ്. FK സ്പോട്ടിൻ്റെ ഉള്ളോട്ട് പോകാൻ ഒരു സ്റ്റാക്ക് മതി എന്നാ തോന്നുന്നു. അത്രയും വേണമെന്ന് തോന്നുന്നില്ല ഗൈസ്. നോക്കട്ടെ. പൊട്ടട്ടെ. തകൃതാളം നല്ല തകൃതാളം അതല്ലേ കേട്ട്. കഴിഞ്ഞില്ലേ ഉണ്ടക്കോട്ട് പോ. ഇത്രയും വേണ്ട ഗൈസ്. എൻ്റെ ബിൽഡ് കാണുന്നില്ല ഗൈസ്. ഓക്കെ ഒന്നുകൂടെ അയ്യോ പോലെ. ഇനി എന്തോ ചെയ്യുന്നത്? ഇനി ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് FK സ്പോട്ട് ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. ഇവിടെ ഇങ്ങനെയൊക്കെ മതി. ഇനി നമുക്ക് ഡാം എടുക്കാൻ വേണ്ടി തന്നെ ചെടിയിലൊക്കെ ഇതെല്ലാം കളക്ട് ചെയ്യുക. ഓക്കെ
ഇപ്പം വരുന്നുണ്ടോ നോക്കാം ഗൈസ്. എനിക്കറിഞ്ഞൂടാ, വരുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ. എന്തോ മിസ്റ്റേക്ക് നിങ്ങൾ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് അതൊക്കെ വർക്കിംഗ് ആണ്. ഞാൻ ഇപ്പം കുറച്ചേരം AFK നിൽക്കാൻ പോവാം. അപ്പോൾ ഗൈസ് ടൈം ഒരുപാടായി. അപ്പം ഞാൻ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ എഴുന്നേക്കും. ഇറ്റ്സ് മീ ഹാനോ ഗെയിമിംഗ് സൈനിങ് ഔട്ട്.